എല്ലാവർക്കും നമസ്കാരം. സ്മാർട്ട് ഫിനാൻസ് മൊഡ്യൂളിലെ ഡിമാൻഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുന്ന വീഡിയോ ആണ്. ഡിമാൻഡ് സ്മാർട്ട് ഫിനാൻസ് മൊഡ്യൂളിൽ എങ്ങനെ ജനറേറ്റ് ചെയ്യാം, ഏതൊക്കെ ടൈപ്സ് ഡിമാൻഡുകൾ സ്മാർട്ടിൽ ഉണ്ട്, അപ്രൂവർ റോൾ ഇല്ലാതെ തന്നെ ഓപ്പറേറ്റർക്ക് ഏതെല്ലാം സർവീസിൽ ഡിമാൻഡ് ജനറേറ്റ് ചെയ്യാം, ഡിമാൻഡ് ക്യാൻസലേഷൻ അപ്രൂവ് ചെയ്തതും അപ്രൂവ് ചെയ്യാത്തതും എങ്ങനെ ചെയ്യാം എന്നീ കാര്യങ്ങൾ വ്യക്തമായി വിശദീകരിക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് സ്മാർട്ടിൽ ഫിനാൻസ് മൊഡ്യൂളിലെ ഡിമാൻഡിനെ നമുക്ക് മൂന്നായി തരംതിരിക്കാം. ഒന്ന് പെർമനന്റ് ഡിമാൻഡ്, രണ്ട് ടെമ്പററി ഡിമാൻഡ്, മൂന്ന് സ്റ്റാൻഡിംഗ് ഡിമാൻഡ്. എന്താണ് പെർമനന്റ് ഡിമാൻഡ്? മൊഡ്യൂളിൽ നിന്നുള്ള ഡിമാൻഡുകളെ നമ്മൾ പെർമനന്റ് ഡിമാൻഡ് എന്ന് പറയുന്നു. റിസീവബിൾസ് മുഴുവൻ പെർമനന്റ് ഡിമാൻഡിന്റെ സെക്ഷനിൽ പെടുന്നവയാണ്. നിലവിൽ പ്രോപ്പർട്ടി ടാക്സ് മൊഡ്യൂൾ മാത്രമാണ് പെർമനന്റ് ഡിമാൻഡിൽ പെടുന്നത്. റെന്റ്, പ്രൊഫഷണൽ ടാക്സ് തുടങ്ങി മൊഡ്യൂളുകൾ വന്നു കഴിഞ്ഞാൽ അവയും പെർമനന്റ് ഡിമാൻഡിന്റെ ലിസ്റ്റിൽ പെടും. അപ്പൊ പെർമനന്റ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ മൊഡ്യൂളിൽ നിന്നുള്ള റിസീവബിൾസ് അടങ്ങുന്ന ഡിമാൻഡ് ആണ്. ടെമ്പററി ഡിമാൻഡ് ഈ റിസീവബിൾസ് അല്ലാത്ത, അതായത് പെർമനന്റ് ഡിമാൻഡ് അല്ലാത്ത മുഴുവൻ ഡിമാൻഡുകളും ടെമ്പററി ഡിമാൻഡായി നമുക്ക് എടുക്കാം. ആ ടെമ്പററി ഡിമാൻഡിൽ തന്നെ നമുക്ക് ഒരു വ്യക്തിക്ക് ഡിമാൻഡ് ചെയ്ത് കൊടുക്കാൻ കഴിയും, ജോയിന്റ് ഓണർക്ക് ഡിമാൻഡ് ചെയ്ത് കൊടുക്കാൻ കഴിയും, മൾട്ടിപ്പിൾ ബെനിഫിഷ്യറിക്ക് ഒരു ഫയലിൽ ഒരൊറ്റ ഡിമാൻഡിൽ ജനറേറ്റ് ചെയ്ത് കൊടുക്കാൻ കഴിയും. ഇനി അടുത്ത ഡിമാൻഡിന്റെ ടൈപ്പ് വരുന്നത് സ്റ്റാൻഡിംഗ് ഡിമാൻഡ് ആണ്. ടെമ്പററി ഡിമാൻഡിന്റെ തന്നെ ഒരു വിഭാഗമാണ് സ്റ്റാൻഡിംഗ് ഡിമാൻഡ്. അതായത് ഇപോസ് മെഷീൻ വഴി നമുക്ക് തുക നേരിട്ട് കളക്ട് ചെയ്യുന്നതിന് സ്മാർട്ട് ഫിനാൻസ് മൊഡ്യൂളിൽ സെറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ് ഉണ്ട്. അതാണ് സ്റ്റാൻഡിംഗ് ഡിമാൻഡ് പ്രോസസ്. FMAS52 എന്ന സർവീസിലാണ് നമ്മൾ ഇത്തരത്തിലുള്ള സ്റ്റാൻഡിംഗ് ഡിമാൻഡ് സെറ്റ് ചെയ്യുന്നത്. പാർക്കിംഗ് ഫീസ്, എൻട്രി ഫീസ്, ക്രിമിറ്റോറിയം തുടങ്ങി സ്ക്രീനിൽ കാണുന്ന ധാരാളം ഫീസുകൾ നേരിട്ട് ഇപോസ് മെഷീൻ വഴി കളക്ട് ചെയ്യുന്നതിന് സ്റ്റാൻഡിംഗ് ഡിമാൻഡ് ഉപയോഗിക്കുന്നു. ഡിമാൻഡിന്റെ പ്രോസസ് എന്ന് പറയുന്നത് ഓപ്പറേറ്റർ, വെരിഫയർ, അപ്രൂവർ എന്നീ കാര്യമാണെന്ന് അറിയാലോ. അതായത് ഒരു ഡിമാൻഡ് ജനറേറ്റ് ചെയ്യണമെങ്കിൽ ഓപ്പറേറ്റർ കാണണം, വെരിഫയർ കാണണം, അപ്രൂവർ കാണണം. ഇത്തരത്തിൽ OVA പ്രോസസ് ഇല്ലാതെ തന്നെ പല സർവീസിനും നേരിട്ട് ഡിമാൻഡ് അപ്രൂവ് ചെയ്യാൻ കഴിയുന്ന സംവിധാനമുണ്ട്. അത്തരത്തിലുള്ള സർവീസുകളുടെ ലിസ്റ്റാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. കൺസ്യൂമബിൾ വാട്ടർ ചാർജ്, റെന്റ് ഫ്രം ലോക്കൽ ബോഡി പ്രോപ്പർട്ടീസ്, പ്രൊഫഷണൽ ടാക്സ് അസസ്മെന്റ് തുടങ്ങി 9ഓളം സർവീസ് നിലവിൽ സ്മാർട്ടിൽ ലഭ്യമാണ്. അടുത്തത് പറയുന്നത് ഡിമാൻഡിനെ കുറിച്ച് ഡിമാൻഡിന്റെ ക്യാൻസലേഷൻ ആണ്. ഡിമാൻഡിന്റെ ക്യാൻസലേഷൻ രണ്ട് തരത്തിലാണുള്ളത്. അപ്രൂവ്ഡ് ഡിമാൻഡ് ക്യാൻസൽ ചെയ്യുന്ന രീതിയും അപ്രൂവ് ചെയ്യാത്ത ഡിമാൻഡ് ക്യാൻസൽ ചെയ്യുന്ന രീതിയും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സ്മാർട്ടിൽ ഡിമാൻഡിനെ കുറിച്ച് പറയുന്നത്. അപ്പൊ നമുക്ക് ഡിമാൻഡ് ജനറേഷൻ പ്രോസസ്സ് സ്മാർട്ടിൽ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു ഫയൽ ആവശ്യമാണ്. ഡിമാൻഡ് ജനറേഷൻ ചെയ്യുന്നതിന് ഒരു സർവീസ് ആവശ്യമാണ്. നമ്മൾ സെലക്ട് ചെയ്യുന്ന സർവീസിനകത്തുള്ള ഹെഡുകളായിരിക്കും നമുക്ക് ഡിമാൻഡ് ചെയ്യാൻ കഴിയുക. ഡിമാൻഡ് ചെയ്യുന്നതിനായി സർവീസസ് എന്ന മെനുവിൽ നിന്നും ഡിജിറ്റൽ ഫയൽ മാനേജ്മെന്റ് സിസ്റ്റത്തിൽ ഫയൽ എന്ന കാർഡിൽ നിന്നും അറൈസിംഗ് ഫയൽ എന്ന ഒരു ഓപ്ഷൻ വഴി ഞാനൊരു ഫയൽ അറൈസ് ചെയ്യുകയാണ്. ഫയൽ നമ്മുടെ ലോഗിനിൽ ഏത് രീതിയിലും വരാം. ഈ ഫയൽ വഴി വരാം, ഫ്രണ്ട് ഓഫീസ് കൗണ്ടർ വഴി വരാം, അറൈസിംഗ് ഫയൽ വരാം. ഫയൽ വരുന്ന രീതി പ്രശ്നമല്ല, അതിൽ എങ്ങനെ ഡിമാൻഡ് ജനറേഷൻ പ്രോസസ് ചെയ്യുന്നു എന്നതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ ഞാൻ ഇവിടെ ഒരു ഫയൽ അറൈസ് ചെയ്യുന്നു. റെന്റ് ഓൺ ബിൽഡിംഗ്, ഒരു റെന്റിന്റെ ഡിമാൻഡ് ചെയ്യുന്നതിന് വേണ്ടി റെന്റ് ഓൺ ബിൽഡിംഗ് എന്നൊരു ഫയൽ അറൈസ് ചെയ്യുന്നു. ആവശ്യമായ ടൈറ്റിൽ രേഖപ്പെടുത്തുക. പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ജനറൽ ഇൻഫർമേഷനിൽ ആവശ്യമായ റൂട്ട് കീ സെലക്ട് ചെയ്യുക. പ്രൊസീഡ് ബട്ടൺ പ്രസ് ചെയ്തു. അപ്പോൾ ആരുടെ ലോഗിനിലേക്കാണ് ഫയൽ വരുന്നത് എന്ന് അവിടെ കോംബോയിൽ കാണാൻ കഴിയുന്നുണ്ട്. സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്തു. നമ്മൾ അറൈസ് ചെയ്ത ഫയൽ ലോഗിനിൽ വന്നതായി കാണാൻ കഴിയുന്നുണ്ട്. ആദ്യമായി ചെയ്യേണ്ട പ്രോസസ്സ് ബെനിഫിഷ്യറിയുടെ വിവരങ്ങൾ ആഡ് ചെയ്യുക എന്നതാണ്. ആർക്കാണോ നമ്മൾ ഡിമാൻഡ് ചെയ്ത് നൽകുന്നത് ആ വ്യക്തികളുടെ വിവരങ്ങൾ രേഖപ്പെടുത്തുക എന്നതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അതിനായി
വലതുഭാഗത്ത് കാണുന്ന ജനറൽ ഫീച്ചേഴ്സ് എന്ന മെനുവിൽ നിന്നും ജനറൽ എന്ന ടാബിൽ ബെനിഫിഷ്യറി എന്ന ബട്ടൺ സെലക്ട് ചെയ്യുക. ആഡ് ബെനിഫിഷ്യറി എന്ന ഓപ്ഷൻ വഴി ആവശ്യമായ ബെനിഫിഷ്യറി വിവരങ്ങൾ രേഖപ്പെടുത്തുക. കെ-സ്മാർട്ടിൽ രജിസ്റ്റർ ചെയ്തവയാണെങ്കിൽ മൊബൈൽ നമ്പർ കൊടുത്താൽ ഓട്ടോമാറ്റിക്കായി ബെനിഫിഷ്യറി വിവരങ്ങൾ വരുന്നു. അല്ലെങ്കിൽ നമുക്ക് മാനുവലി ആഡ് ചെയ്ത് നൽകാനും കഴിയും. ഞാനിവിടെ 3 ബെനിഫിഷ്യറി വിവരങ്ങൾ ആഡ് ചെയ്യാൻ പോവുകയാണ്. മൂന്ന് ബെനിഫിഷ്യറിയുടെ ഡീറ്റെയിൽസ് നമ്മൾ ഈ ഫയലിൽ ആഡ് ചെയ്തത് നിങ്ങൾ കണ്ടു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിമാൻഡ് ജനറേഷൻ പ്രോസസ് ആണ്. അതിനായി വലതുവശത്ത് കാണുന്ന ആ 3 ബട്ടൺ ജനറൽ ഫീച്ചേഴ്സ് എന്ന മെനുവിൽ നിന്നും ഫിനാൻസ് മൊഡ്യൂൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡിമാൻഡ് എന്ന മെനു സെലക്ട് ചെയ്യുക. ഡിമാൻഡ് മെനു സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സ്ക്രീനാണ് വന്നത്. അവിടെ നമുക്ക് ഫയലുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം കാണാൻ കഴിയുന്നുണ്ട്. രണ്ടാമത് പെയർ ഡീറ്റെയിൽസ് എന്ന ഭാഗത്ത് സെലക്ട് പെയർ എന്ന ഓപ്ഷൻ വഴി ആർക്കാണോ ഡിമാൻഡ് ചെയ്ത് നൽകുന്നത് അവരുടെ വിവരങ്ങൾ സെലക്ട് ചെയ്ത് നൽകുക. നമ്മൾ ആഡ് ചെയ്ത 3 ബെനിഫിഷ്യറിയെയും നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇവർക്ക് ഇൻഡിവിജ്വലി ജോയിന്റ് 2 ഓപ്ഷൻ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഒരു വ്യക്തിക്ക് മാത്രം നമുക്ക് ഡിമാൻഡ് ചെയ്ത് കൊടുക്കാൻ കഴിയും. ഈ ജോയിന്റ് ഓണർ ആയിട്ട് ഡിമാൻഡ് ചെയ്ത് കൊടുക്കാൻ കഴിയും. ഒരു ഫയലിൽ തന്നെ മൾട്ടിപ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഡിമാൻഡ് ജനറേഷൻ ചെയ്യാൻ കഴിയും. നമുക്കിപ്പോൾ ഒരു വ്യക്തിക്ക് ഡിമാൻഡ് എങ്ങനെയാണ് ജനറേഷൻ ചെയ്യുക എന്ന് നോക്കാം. നിലവിൽ ഒരു ബെനിഫിഷ്യറിയെ സെലക്ട് ചെയ്തു. താഴെ കാണുന്ന ഇൻസ്ട്രുമെന്റ് ഡീറ്റെയിൽസ് എന്നത് നമ്മൾ ഇപ്പോൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ചെക്കോ ഡിഡിയോ പോസ്റ്റലോ കൊറിയറോ ആയിട്ട് വന്നാൽ ബാക്ക് ഓഫീസിൽ നിന്നും ഇൻസ്ട്രുമെന്റ് ആഡ് ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ് ഈ സ്ക്രീൻ നിലവിലുള്ളത്. അവിടെ ഈ ഇൻസ്ട്രുമെന്റ് ടൈപ്പ് എന്നത് ചെക്ക് DD എന്നത് മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇതാണ് ഇവിടെ പ്രധാനപ്പെട്ട ഒരു മെനു. അക്കൗണ്ട് ഡീറ്റെയിൽസ് എന്ന മെനുവിൽ നിന്നും ഹെഡ്, ഏത് ഹെഡിലാണോ നമ്മൾ ഡിമാൻഡ് ചെയ്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഹെഡ് സെലക്ട് ചെയ്ത് നൽകുക. ഇയർ സെലക്ട് ചെയ്ത് നൽകുക. ഏത് പീരീഡിനാണോ അവർ ഈ ഡിമാൻഡ് ചെയ്ത് നൽകുന്നത് ആ പീരീഡ് സെലക്ട് ചെയ്യുക. എമൗണ്ട് രേഖപ്പെടുത്തുക. ഫണ്ട് ഡിഫോൾട്ട് ആയിട്ട് അവിടെ ഓൺ ഫണ്ട് വരുന്നുണ്ട്. അത് നമ്മളിപ്പോൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ താഴെ അക്കൗണ്ട് ഹെഡ് വിവരങ്ങൾ ആഡ് ആയി വന്നത് കാണാൻ കഴിയുന്നുണ്ട്. നമുക്ക് ഈ സ്ക്രീനിൽ നിന്നുകൊണ്ട് എത്ര ഹെഡുകൾ വേണമെങ്കിലും ഇതുപോലെ ആഡ് ചെയ്യാൻ കഴിയുന്നതാണ്. ഇപ്പോൾ GST, CGST അത്തരത്തിൽ ഏത് ഹെഡുകളും ഈ സ്ക്രീനിൽ നിന്ന് ആഡ് ചെയ്യാൻ കഴിയും. ശ്രദ്ധിക്കേണ്ട കാര്യം, റെന്റ് ഓൺ ബിൽഡിംഗ് എന്ന സർവീസ് ആണ് ഞാൻ അറൈസ് ചെയ്തത്. ആ റെന്റ് ഓൺ ബിൽഡിംഗ് എന്ന സർവീസിൽ വന്ന ഹെഡുകൾ മാത്രമായിരിക്കും ഇവിടെ ലിസ്റ്റ് ചെയ്യുക. ഇനി നമ്മൾ ഇവിടെ പ്രത്യേകിച്ച് ഇപ്പോൾ സ്ക്രീനിൽ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. ഈ പീനൽ ഇൻട്രസ്റ്റ് എക്സംപ്റ്റഡ് എന്നുള്ള ഭാഗമൊന്നും ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. റിമാർക്ക് വല്ലതുമുണ്ടെങ്കിൽ രേഖപ്പെടുത്തുക. സേവ് ബട്ടൺ പ്രസ് ചെയ്യുക. സബ്മിറ്റ് ചെയ്യുന്നു. ഓപ്പറേറ്റർ ഡിമാൻഡ് വിവരങ്ങൾ രേഖപ്പെടുത്തി ഇത് വെരിഫയർക്ക് അയക്കുകയാണ്. ഡിമാൻഡിന്റെ പ്രോസസ് എന്ന് പറയുന്നത് ഓപ്പറേറ്റർ വെരിഫയർ അപ്രൂവർ എന്നാണെന്ന് പറഞ്ഞു. അത്തരത്തിൽ ഓപ്പറേറ്റർ ഡിമാൻഡ് വിവരങ്ങൾ രേഖപ്പെടുത്തി വെരിഫയർക്ക് അയക്കുന്നു. ഫയൽ വെരിഫയറുടെ ലോഗിനിൽ എത്തിയിട്ടുണ്ട്. വെരിഫയർ ഫയൽ ഓപ്പൺ ചെയ്ത ശേഷം വലതുവശത്തുള്ള ഈ ഫിനാൻസ് എന്ന മെനുവിൽ ക്ലിക്ക് ചെയ്തോ അല്ലെങ്കിൽ സാധാരണ പോവാറുള്ള ജനറൽ ഫീച്ചേഴ്സിലെ ഫിനാൻസിലെ ഡിമാൻഡ് ഓപ്ഷൻ വഴിയോ നമുക്ക് ഡിമാൻഡ് വെരിഫിക്കേഷൻ സ്ക്രീനിൽ എത്തിച്ചേരാൻ കഴിയുന്നതാണ്. ഈ സ്ക്രീനിൽ വെരിഫയർക്ക് ഡിമാൻഡിൽ എന്തെങ്കിലും കറക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ ഓപ്പറേറ്റർക്ക് തന്നെ റിട്ടേൺ ചെയ്ത് നൽകാനുള്ള സംവിധാനമുണ്ട്. അല്ല, വെരിഫൈ ചെയ്യാൻ ഓക്കെ ആണെങ്കിൽ വെരിഫൈ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അടുത്തത് ഡിമാൻഡ് അപ്രൂവലിനായി അപ്രൂവറുടെ ലോഗിനിലേക്ക് അയക്കുന്നു. അപ്രൂവറുടെ ലോഗിനിൽ ഫയൽ വന്നിട്ടുണ്ട്. അപ്രൂവർ ഫയൽ ഓപ്പൺ ചെയ്യുന്നു. നേരത്തെ പറഞ്ഞ പോലെ ആ ഫിനാൻസ് എന്നുള്ള മെനുവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഉള്ള പേജിലോട്ട് ഓട്ടോമാറ്റിക്കായി റീഡയറക്റ്റ് ചെയ്ത് പോകുന്നതാണ്. അവിടെ നിന്നും അപ്രൂവ് ബട്ടൺ പ്രസ് ചെയ്യുന്നു. നേരെ ഫയൽ കസ്റ്റോഡിയന് തന്നെ വിടുന്നു. ഡിമാൻഡ് ജനറേഷൻ പ്രോസസ് പൂർത്തിയായിരിക്കുന്നു. അതായത്
ഫയൽ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അവിടെ ബാക്ക് എൻഡിൽ ഓട്ടോമാറ്റിക് ആയിട്ട് നോട്ട് ജനറേറ്റ് ആയി വന്നിട്ടുണ്ട്. ഡിമാൻഡ് 1000 രൂപയുടെ ഓപ്പറേറ്റർ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. വെരിഫയർ അത് വെരിഫൈ ചെയ്തിട്ടുണ്ട്. അപ്രൂവർ അത് അപ്രൂവ് ചെയ്തിട്ടുണ്ട്. ഡിമാൻഡ് നമ്പറും ഡേറ്റും ജനറേറ്റ് ആയി വന്നിട്ടുണ്ട്. ഇത്തരത്തിലാണ് ഒരു വ്യക്തിക്ക് വളരെ സിമ്പിളായി OVA പ്രോസസ് വഴി ഡിമാൻഡ് ജനറേഷൻ ചെയ്ത് നൽകുക. ഇനി ജോയിന്റ് ഓണർക്കും മൾട്ടിപ്പിൾ ബെനിഫിഷ്യറിക്കും എങ്ങനെയാണ് ഈ ഫയലിൽ തന്നെ ഡിമാൻഡ് ചെയ്യുക എന്ന് കാണിക്കാം. അതിനായി ജനറൽ ഫീച്ചേഴ്സ് മെനുവിൽ നിന്നും ഫിനാൻസ് മാനേജ്മെന്റിൽ ഡിമാൻഡ് എന്ന സ്ക്രീന് തന്നെ എടുക്കുക. നിലവിൽ നമ്മൾ ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ഡിമാൻഡ് ജനറേഷൻ ചെയ്യുക എന്ന് പഠിച്ചു. 3 പേരുടെ പേരിലുള്ള ഒരു ബിൽഡിങ്ങിന്റെ റെന്റ് ആണ് അടയ്ക്കേണ്ടതെന്ന് കരുതുക. ആ 3 ബെനിഫിഷ്യറിയെ നമ്മൾ ഇവിടെ നിന്ന് സെലക്ട് ചെയ്തു. ജോയിന്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തു. അക്കൗണ്ട് ഹെഡിൽ നിന്നും ആവശ്യമായ ഹെഡ് സെലക്ട് ചെയ്ത് കൊടുത്തു. ഇയർ, പീരീഡ്, എമൗണ്ട് എന്നിവ രേഖപ്പെടുത്തിയ ശേഷം ആഡ് ബട്ടൺ പ്രസ് ചെയ്തു. ഇപ്പോൾ എന്ത് സംഭവിച്ചു നോക്കൂ. പെയർ ഡീറ്റെയിൽസിൽ ഒരാളുടെ പേരിൽ മാത്രമാണ് തുക വന്നിരിക്കുന്നത്. ഇത്തരത്തിൽ ഈ ഡിമാൻഡ് സേവ് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് വെരിഫയർ വെരിഫൈ ചെയ്ത് അപ്രൂവർ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ റെസീറ്റ് ആക്കുമ്പോൾ 3 പേരുടെയും പേര് ഈ റെസീറ്റിൽ വരുന്നു. ഇത്തരത്തിലാണ് ജോയിന്റ് ഓണർക്ക് ഡിമാൻഡ് ജനറേഷൻ ചെയ്യുക. മൾട്ടിപ്പിൾ ഡിമാൻഡ് ജനറേഷൻ എങ്ങനെ ഒരൊറ്റ ഫയലിൽ ചെയ്യാം? അതായത് ഒരൊറ്റ ഫയലിൽ ഒരൊറ്റ ഡിമാൻഡ് നമ്പർ ഉപയോഗിച്ച് 100 കണക്കിന് ആളുകളുടെ ഒരേ എമൗണ്ട് എങ്ങനെ ഡിമാൻഡ് ചെയ്യാം? ശ്രദ്ധിക്കേണ്ട കാര്യം, സെയിം എമൗണ്ട് ആണെങ്കിൽ മാത്രമേ ഇത്തരത്തിൽ മൾട്ടിപ്പിൾ ആയി ഡിമാൻഡ് ജനറേഷൻ ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ ആണല്ലോ. ബെനിഫിഷ്യറി കോൺട്രിബ്യൂഷൻ പോലുള്ള തുകകൾ ഇത്തരത്തിൽ ബൾക്കായി ഡിമാൻഡ് ജനറേഷൻ ചെയ്യാം. അതിനായി ബെനിഫിഷ്യറിയെ മുഴുവൻ നമ്മൾ സെലക്ട് ചെയ്യുന്നു. അക്കൗണ്ട് ഹെഡ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഇയർ, പീരീഡ്, എമൗണ്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പെയർ ഡീറ്റെയിൽസ് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും ഓരോ വ്യക്തിയുടെയും, അതായത് ഓരോ ബെനിഫിഷ്യറിയുടെയും നേരെ എമൗണ്ട് വന്നതായി കാണാൻ കഴിയും. ഇനി വെരിഫയർ വെരിഫൈ ചെയ്യുന്നു. അപ്രൂവർ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരൊറ്റ ഫയലിൽ ഒരൊറ്റ ഡിമാൻഡ് നമ്പറിൽ ഇത്രയും ബെനിഫിഷ്യറിയുടെ വിവരങ്ങൾ ഡിമാൻഡായി ജനറേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് പറയാം. OVA പ്രോസസ് വഴി ഡിമാൻഡ് ജനറേഷൻ എങ്ങനെ ചെയ്യാം, അതായത് ഒരു വ്യക്തിക്ക് എങ്ങനെ ചെയ്യാം, ജോയിന്റ് ഓണർക്ക് എങ്ങനെ ചെയ്യാം, മൾട്ടിപ്പിൾ ബെനിഫിഷ്യറിക്ക് എങ്ങനെ ചെയ്യാമെന്ന് എല്ലാവരും പഠിച്ചു. ഇനി OVA പ്രോസസ് ഇല്ലാതെ തന്നെ ചില സർവീസുകൾ ഓപ്പറേറ്റർക്ക് തന്നെ ഡിമാൻഡ് അപ്രൂവ് ചെയ്യുന്നതിനുള്ള സംവിധാനം K-സ്മാർട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള സർവീസിന്റെ ലിസ്റ്റാണ് സ്ക്രീനിൽ കാണുന്നത്. കൺസ്യൂമബിൾ വാട്ടർ ചാർജ്, റെന്റ് ഫ്രം ലോക്കൽ ബോഡി പ്രോപ്പർട്ടീസ്, പ്രൊഫഷണൽ ടാക്സ് അസസ്മെന്റ്, കൺസ്യൂമബിൾ ഹരിതകർമ്മസേന, കൺസ്യൂമബിൾ അതേഴ്സ്, ബറിയൽ ആൻഡ് ക്രിമേഷൻ ചാർജ് ഡയറക്റ്റ്, ഇന്റിമേഷൻ ടെലികമ്മ്യൂണിക്കേഷൻ ടവർ. ഈ സർവീസ് എല്ലാം നിങ്ങൾ എടുത്ത് പരിശോധിച്ച് ഏതെല്ലാം ഹെഡുകൾ ഉണ്ടെന്ന് നോക്കുക. അത്തരത്തിൽ അതിൽ വരുന്ന മുഴുവൻ ഹെഡുകളുടെയും ഡിമാൻഡ് ജനറേഷൻ പ്രോസസ്സ് ഓപ്പറേറ്റർക്ക് തന്നെ അപ്രൂവ് ചെയ്യുന്നതിനുള്ള സംവിധാനം നമ്മൾ K-സ്മാർട്ടിൽ ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പൊ നമ്മൾ റെന്റ് ഓൺ ബിൽഡിംഗ് എന്ന സർവീസ് വഴി റെന്റ് അടയ്ക്കുന്ന ഒരു സ്ക്രീന് കണ്ടു. അത് ഓപ്പറേറ്റർ, വെരിഫയർ, അപ്രൂവർ എന്നീ സീറ്റുകൾ കണ്ട ശേഷമാണ് അപ്രൂവ് ആയത്. ഓപ്പറേറ്റർക്ക് തന്നെ റെന്റിന്റെ ഹെഡിലുള്ള ഒരു സർവീസ് അപ്രൂവ് ചെയ്യുന്നതിനുള്ള കാര്യം നേരത്തെ പറഞ്ഞു. അത്തരത്തിലുള്ള ഒരു സർവീസ് അറൈസ് ചെയ്ത് എങ്ങനെയാണ് ഓപ്പറേറ്റർക്ക് ഡയറക്റ്റ് അപ്രൂവ് ചെയ്യുക എന്ന കാര്യം കാണിച്ചു തരാം. സർവീസസ് എന്ന മെനു സെലക്ട് ചെയ്യുന്നു. ഡിജിറ്റൽ ഫയൽ മാനേജ്മെന്റ് സിസ്റ്റത്തിൽ നിന്നും ഫയൽ എന്ന മെനുവിൽ നിന്നും അറൈസിംഗ് ഫയൽ എന്ന ഓപ്ഷൻ വഴി റെന്റ് ഫ്രം ലോക്കൽ ബോഡി പ്രോപ്പർട്ടീസ് എന്ന സർവീസ് അറൈസ് ചെയ്യുന്നു. റെന്റ് ഫ്രം ലോക്കൽ ബോഡി പ്രോപ്പർട്ടീസ് പ്രൊസീഡ് കൊടുക്കുന്നു, സബ്മിറ്റ് ചെയ്യുന്നു. ഇൻബോക്സ് മെനുവിൽ ഇപ്പോൾ അറൈസ് ചെയ്ത റെന്റ് ഫ്രം ലോക്കൽ ബോഡി പ്രോപ്പർട്ടീസ് എന്ന ഫയൽ വന്നിട്ടുണ്ട്. ഫയൽ ഓപ്പൺ ചെയ്ത ശേഷം ആദ്യത്തെ സ്റ്റെപ്പായ ബെനിഫിഷ്യറി വിവരങ്ങൾ രേഖപ്പെടുത്തുന്നു. ജനറൽ ഫീച്ചേഴ്സ് മെനുവിൽ നിന്നും ബെനിഫിഷ്യറി എന്ന ഓപ്ഷൻ വഴി ബെനിഫിഷ്യറിയുടെ വിവരങ്ങൾ രേഖപ്പെടുത്തുന്നു. ശേഷം വീണ്ടും ഡിമാൻഡ് ജനറേഷൻ ചെയ്യുന്നതിനായി ജനറൽ ഫീച്ചേഴ്സ് മെനുവിൽ നിന്നും ഫിനാൻസ് മെനുവിൽ
ഡിമാൻഡ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ഈ സ്ക്രീനിൽ നമ്മൾ പെയർ സെലക്ട് ചെയ്യുന്നു. നമ്മൾ ആഡ് ചെയ്ത ബെനിഫിഷ്യറി അവിടെ ലിസ്റ്റ് ചെയ്യുന്നത് കാണാൻ കഴിയും. ശേഷം ആവശ്യമായ അക്കൗണ്ട് ഹെഡ്, ഏത് ഹെഡിലാണോ ഡിമാൻഡ് ചെയ്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഹെഡ് സെലക്ട് ചെയ്യുന്നു. ശ്രദ്ധിക്കുക, റെന്റ് ഫ്രം ലോക്കൽ ബോഡി പ്രോപ്പർട്ടീസ് എന്ന സർവീസ് ആണ് നമ്മൾ അറൈസ് ചെയ്തത്. ആ സർവീസിൽ വരുന്ന ഹെഡുകളെല്ലാം ഇത്തരത്തിൽ ലിസ്റ്റ് ചെയ്യുന്നതായി കാണാൻ കഴിയും. ഇതിൽ ഏത് ഹെഡിന് ഡിമാൻഡ് ചെയ്യുകയാണെങ്കിലും നേരിട്ട് ഓപ്പറേറ്റർക്ക് തന്നെ അപ്രൂവ് ചെയ്യാൻ കഴിയും. അതെങ്ങനെയാണെന്ന് കാണിക്കാം. ആവശ്യമായ ഹെഡ് സെലക്ട് ചെയ്യുന്നു. ഇയർ, പീരീഡ്, എമൗണ്ട് എന്നിവ രേഖപ്പെടുത്തുന്നു. ആഡ് ബട്ടൺ പ്രസ് ചെയ്യുന്നു. ശേഷം ജനറൽ ഡീറ്റെയിൽസ് എന്ന ടാബിൽ കൺസ്യൂമർ ID, വാർഡ് നമ്പർ, ഡോർ നമ്പർ, സബ് നമ്പർ എന്നിവ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഈ വിവരങ്ങൾ റെസീറ്റ് ഡീറ്റെയിൽസിൽ വരുന്നതാണ്. ആ കാര്യം ഒന്ന് ഓർത്തു വെക്കുക. സേവ് ബട്ടൺ പ്രസ് ചെയ്യുന്നു. അടുത്തത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് അപ്രൂവ് എന്നുള്ള ബട്ടണാണ്. അതായത് ഈ ഡിമാൻഡ് നേരിട്ട് ഓപ്പറേറ്റർ അപ്രൂവ് ചെയ്തിരിക്കുന്നു. ഓക്കെ, അതായത് ഡിമാൻഡിന്റെ ജനറേഷൻ, അപ്രൂവൽ എല്ലാം ഓട്ടോമാറ്റിക്കായി നോട്ടായി ജനറേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇത്തരത്തിൽ ഓപ്പറേറ്റർക്ക് തന്നെ നേരിട്ട് ഡിമാൻഡ് അപ്രൂവ് ചെയ്യാൻ കഴിയുന്നു. അത്തരത്തിലുള്ള സർവീസിന്റെ ലിസ്റ്റ് ആണ് ഞാൻ ഈ സ്ക്രീനിൽ ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഈ സർവീസുകളിലെല്ലാം ഓപ്പറേറ്റർക്ക് നേരിട്ട് OVA പ്രോസസ് ഇല്ലാതെ ഡിമാൻഡ് അപ്രൂവ് ചെയ്യാൻ കഴിയുന്നു. ഇത്തരത്തിൽ ഡിമാൻഡ് അപ്രൂവ് ചെയ്യുമ്പോൾ തന്നെ ഒരു മെസ്സേജ് പബ്ലിക്കിന് പോകുന്നു. ആ ഡിമാൻഡ് നമ്പർ ഉപയോഗിച്ച് ഓൺലൈനായോ കൗണ്ടർ വഴിയോ അവർക്ക് പേയ്മെന്റ് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും OVA പ്രോസസ് വഴിയും OVA പ്രോസസ് അല്ലാതെയും ഡിമാൻഡ് ജനറേഷൻ പ്രോസസ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റാൻഡിംഗ് ഡിമാൻഡിനെ കുറിച്ചാണ്. EPOS മെഷീൻ വഴി സ്ക്രീനിൽ കാണുന്ന പാർക്കിംഗ് ഫീസ്, എൻട്രി ഫീസ്, ക്രിമിറ്റോറിയം ഫീസ്, അതർ യൂസർ ചാർജ് തുടങ്ങിയ ധാരാളം ഹെഡുകളിൽ നേരിട്ട് റെസീറ്റ് സ്വീകരിക്കുന്നതിനുള്ള ഒരു സംവിധാനം KSmart ഒരുക്കിയിട്ടുണ്ട്. ആ സംവിധാനമാണ് സ്റ്റാൻഡിംഗ് ഡിമാൻഡ്. സ്റ്റാൻഡിംഗ് ഡിമാൻഡ് എങ്ങനെ സെറ്റ് ചെയ്യാം? അതായത് FMAS 52 എന്ന സർവീസ്, അതാണ് സ്റ്റാൻഡിംഗ് ഡിമാൻഡ് സ്ലാബ് റേറ്റ് സെറ്റിംഗ്സ്. അതിന്റെ ഫ്ലോ OVA ആണ്. അതിന് ഓപ്പറേറ്റർ, വെരിഫയർ, അപ്രൂവർ എന്നീ റോളുകൾ സെറ്റ് ചെയ്യാം. സ്റ്റാൻഡിംഗ് ഡിമാൻഡ് ജനറേഷനിൽ ആദ്യം സ്ലാബ് റേറ്റ് സെറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇത്തരത്തിൽ സ്ലാബ് റേറ്റ് സെറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് EPOS മെഷീൻ വഴി കൃത്യമായ സ്ലാബ് സെലക്ട് ചെയ്ത് റെസീറ്റ് സ്വീകരിക്കാൻ കഴിയുക. എങ്ങനെയാണ് ആ സെറ്റിംഗ്സ് ചെയ്യുക എന്ന് നോക്കാം. സർവീസസ് എന്ന മെനുവിൽ നിന്നും ഡിജിറ്റൽ ഫയൽ മാനേജ്മെന്റ് സിസ്റ്റത്തിൽ ഫയൽ എന്ന കാർഡിൽ നിന്നും അറൈസിംഗ് ഫയൽ എന്ന ഓപ്ഷൻ വഴി സ്റ്റാൻഡിംഗ് ഡിമാൻഡ് എന്ന ഒരു സർവീസ് അറൈസ് ചെയ്യുന്നു. പ്രൊസീഡ് ചെയ്യുന്നു, സബ്മിറ്റ് ചെയ്യുന്നു. സ്റ്റാൻഡിംഗ് ഡിമാൻഡ് മാപ്പ് ചെയ്ത ഓപ്പറേറ്ററുടെ ലോഗിനിൽ ഫയൽ വന്നതായി കാണാൻ കഴിയും. സ്റ്റാൻഡിംഗ് ഡിമാൻഡ് എന്ന ഫയൽ വന്നിട്ടുണ്ട്. ഓപ്പൺ ചെയ്യുന്നു. ജനറൽ ഫീച്ചേഴ്സിൽ നിന്നും ഫിനാൻസ് എന്ന മെനുവിൽ നിന്നും സ്റ്റാൻഡിംഗ് ഡിമാൻഡ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ഈ സ്ക്രീനിൽ ഫയൽ നമ്പർ ഓട്ടോമാറ്റിക്കായി വന്നത് കാണാൻ കഴിയുന്നുണ്ട്. അക്കൗണ്ട് ഹെഡ് എന്ന കോംബോയിൽ നിന്നും ആവശ്യമായ ഹെഡ് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം സ്ലാബ്, നമ്മൾക്ക് ഏതൊക്കെ സ്ലാബിലാണോ പിരിക്കേണ്ടത് അതനുസരിച്ചുള്ള സ്ലാബ് ഈ സ്ക്രീനിൽ സെറ്റ് ചെയ്യുന്നു. സേവ് ചെയ്ത ശേഷം വെരിഫയർ വെരിഫൈ ചെയ്ത് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ EPOS മെഷീൻ വഴി ഈ കാണുന്ന മുഴുവൻ ഫീസുകളും സ്ലാബ് അനുസരിച്ച് കളക്ട് ചെയ്യാൻ കഴിയും. ഇതാണ് സ്റ്റാൻഡിംഗ് ഡിമാൻഡ്. സ്റ്റാൻഡിംഗ് ഡിമാൻഡിൽ നമ്മൾ ഓഫീസിൽ ചെയ്യേണ്ട ഒരൊറ്റ കാര്യം ഈ സ്ലാബ് റേറ്റ് സെറ്റ് ചെയ്യുക എന്നത് മാത്രമാണ്. അതിനുശേഷം നേരിട്ട് EPOS മെഷീൻ വഴി റെസീറ്റ് കളക്ട് ചെയ്യുന്നു. അടുത്തത് ഡിമാൻഡിനെ കുറിച്ച് പറയാനുള്ളത് ഡിമാൻഡ് ക്യാൻസലേഷൻ ആണ്. ഡിമാൻഡ് ക്യാൻസലേഷൻ രണ്ട് രീതിയിലാണുള്ളത്. അപ്രൂവ്ഡ് ഡിമാൻഡ് ക്യാൻസലേഷൻ, നോട്ട് അപ്രൂവ്ഡ് ഡിമാൻഡ് ക്യാൻസലേഷൻ. അതായത് ഒരു ഡിമാൻഡ് OVA പ്രോസസ് കഴിഞ്ഞോ അല്ലാതെയോ അപ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഡിമാൻഡ് ക്യാൻസൽ ചെയ്യുന്നതിന് വേണ്ടി OVA പ്രോസസ് ആവശ്യമാണ്.
ഡിമാൻഡ് ജനറേറ്റ് ചെയ്ത ഫയൽ ഓപ്പൺ ചെയ്യുന്നു. ജനറൽ ഫീച്ചേഴ്സിൽ നിന്നും ഫിനാൻസ് മെനുവിൽ നിന്നും ഡിമാൻഡ് ക്യാൻസലേഷൻ എന്ന മെനു സെലക്ട് ചെയ്യുന്നു. അവിടെ അപ്രൂവ് ആയിട്ടുള്ള ഡിമാൻഡ് കാണാൻ കഴിയുന്നതാണ്. സെലക്ട് ചെയ്ത ശേഷം സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്യുന്നു. വെരിഫയർ വെരിഫൈ ചെയ്യുന്നു. അപ്രൂവർ അപ്രൂവ് ചെയ്യുന്നു. ഡിമാൻഡ് ക്യാൻസലേഷനായി വെരിഫയർക്ക് അയച്ചിട്ടുണ്ട്. ഡിമാൻഡ് ക്യാൻസലേഷൻ ചെയ്യുന്നതിനായി വെരിഫയർ ഫയൽ പരിശോധിച്ച ശേഷം ഫിനാൻസ് മൊഡ്യൂളിൽ നിന്നും ഡിമാൻഡ് ക്യാൻസലേഷൻ ടാബ് സെലക്ട് ചെയ്യുന്നു. വ്യൂ ചെയ്ത ശേഷം വെരിഫൈ ചെയ്യുന്നു. ശേഷം അപ്രൂവലിനായി അയക്കുന്നു. ഡിമാൻഡ് ക്യാൻസലേഷൻ അപ്രൂവ് ചെയ്യുന്നതിനുള്ള ഫയൽ വന്നിട്ടുണ്ട്. ജനറൽ ഫീച്ചേഴ്സ് മെനു, ഫിനാൻസ് മെനു, ഡിമാൻഡ് ക്യാൻസലേഷൻ. ഓപ്പറേറ്റർ ക്യാൻസലേഷനായി സബ്മിറ്റ് ചെയ്ത, വെരിഫയർ വെരിഫൈ ചെയ്ത ഡിമാൻഡ് ക്യാൻസലേഷൻ വിവരങ്ങൾ അവിടെ കാണാൻ കഴിയുന്നുണ്ട്. അപ്രൂവർ സെലക്ട് ചെയ്ത് അപ്രൂവ് ചെയ്യുന്നതോടുകൂടി ആ ഫയലിലെ ഡിമാൻഡ് ക്യാൻസൽ ആവുകയും ഫയൽ ഓപ്പറേറ്റർക്ക് പോവുകയും ചെയ്യുന്നു. ഇനി അപ്രൂവ് ആവാത്ത ഡിമാൻഡ് എങ്ങനെ ക്യാൻസൽ ചെയ്യാം? അപ്രൂവ് ആവാത്ത ഡിമാൻഡ് ക്യാൻസൽ ചെയ്യുന്നതിന് ഓപ്പറേറ്റർ നേരിട്ട് ആ ഫയൽ ഓപ്പൺ ചെയ്ത ശേഷം ഡിമാൻഡ് ക്യാൻസലേഷൻ കൊടുത്താൽ മതിയാവും. ജസ്റ്റ് നമുക്കൊരു ഡിമാൻഡ് ജനറേറ്റ് ചെയ്യാം. ഡിമാൻഡ് ക്ലിക്ക് ചെയ്തു. ഫെയർ ഡീറ്റെയിൽസ് സെലക്ട് ചെയ്തു. ആവശ്യമായ അക്കൗണ്ട് ഹെഡ് രേഖപ്പെടുത്തി വിവരങ്ങൾ ഫിൽ ചെയ്ത് കൊടുത്തു. സേവ് ബട്ടൺ പ്രസ് ചെയ്തു. ഇപ്പൊ ഡിമാൻഡ് അപ്രൂവ്ഡ് അല്ല, സേവ് ആയിട്ടാണ് കിടക്കുന്നത്. ഇപ്പൊ ഡിമാൻഡ് അപ്രൂവ്ഡ് അല്ല. ഈ ഫയലിൽ ഇപ്പൊ ഡിമാൻഡ് അപ്രൂവ്ഡ് അല്ല, ഡിമാൻഡ് സേവ് ആയിട്ടാണ് കിടക്കുന്നത്. ഓപ്പറേറ്റർക്ക് തന്നെ ജനറൽ ഫീച്ചേഴ്സ് മെനുവിൽ ഫിനാൻസ് മൊഡ്യൂളിൽ നിന്നും ഡിമാൻഡ് ക്യാൻസലേഷൻ മെനു സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സേവ് ചെയ്ത ഡിമാൻഡ് കാണാൻ കഴിയുന്നതാണ്. സെലക്ട് ചെയ്ത് നേരിട്ട് ഓപ്പറേറ്റർക്ക് തന്നെ ഇത് ക്യാൻസൽ ചെയ്യാൻ കഴിയും. ഇത്തരത്തിൽ അപ്രൂവ് ചെയ്യാത്ത ഡിമാൻഡ് ഓപ്പറേറ്ററുടെ ലോഗിനിൽ നിന്നും OVA പ്രോസസ് ഇല്ലാതെ തന്നെ ക്യാൻസൽ ചെയ്യാൻ കഴിയുന്നു. അപ്പൊ നമ്മൾ ഡിമാൻഡിനെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയി പഠിച്ചത്. ഡിമാൻഡ് എത്ര തരമുണ്ടെന്ന് പറഞ്ഞു. പെർമനന്റ്, ടെമ്പററി, സ്റ്റാൻഡിംഗ് ഡിമാൻഡ്. പെർമനന്റ് ഡിമാൻഡ് എന്താണെന്ന് പറഞ്ഞു. ടെമ്പററി ഡിമാൻഡ് എന്താണെന്ന് പറഞ്ഞു. ടെമ്പററി ഡിമാൻഡിൽ ഏതൊക്കെ ടൈപ്പ് ചെയ്യാൻ, അതായത് ഒരു വ്യക്തിക്ക് ചെയ്യാൻ കഴിയുന്നു ഡിമാൻഡ് ജനറേഷൻ, ജോയിന്റ് ഉള്ള ആളുകൾക്ക് ഡിമാൻഡ് ജനറേറ്റ് ചെയ്യുന്നു, മൾട്ടിപ്പിൾ ബെനിഫിഷ്യറിക്ക് ഡിമാൻഡ് ജനറേറ്റ് ചെയ്യുന്നു, ആ കാര്യങ്ങൾ പറഞ്ഞു. സ്റ്റാൻഡിംഗ് ഡിമാൻഡിനെ കുറിച്ച് പറഞ്ഞു. OVA പ്രോസസ് ഇല്ലാതെ, അതായത് ഓപ്പറേറ്റർക്ക് നേരിട്ട് അപ്രൂവ് ചെയ്യാൻ കഴിയുന്ന ഡിമാൻഡിനെ കുറിച്ച് പറഞ്ഞു. ഡിമാൻഡ് ക്യാൻസലേഷനെ കുറിച്ച് പറഞ്ഞു. അപ്രൂവ് ചെയ്ത ഡിമാൻഡും അപ്രൂവ് ചെയ്യാത്ത ഡിമാൻഡും എങ്ങനെ ക്യാൻസൽ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും സ്മാർട്ട് ഫിനാൻസ് മൊഡ്യൂളിൽ എങ്ങനെ ഡിമാൻഡ് ജനറേറ്റ് ചെയ്യാം, ഏതൊക്കെ ടൈപ്സ് ഡിമാൻഡ് ഉണ്ട്, ഡിമാൻഡ് ക്യാൻസലേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഡിമാൻഡുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും വ്യക്തമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ ഫിനാൻസ് മൊഡ്യൂൾ വീഡിയോകൾ നമുക്ക് വഴിയേ ചെയ്യാം. താങ്ക് യു.